വിവാഹത്തിലൂടെ സാധ്യമാകുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്തിയോടെ സൂക്ഷ്മതയോടെ ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ എന്തൊക്കെ നന്മകൾ ചെയ്താലും എത്രയൊക്കെ നമ്മൾ ഭക്തിയും ആരാധനയും ഒക്കെ നിർവഹിച്ചാലും സുഹൃത്തുക്കൾ, മനുഷ്യൻ്റെ വികാര നിർവഹണങ്ങൾ നടക്കുന്നില്ലെങ്കിൽ എന്താ പറയുക, ദുഷിച്ച ചിന്തകളും ദുഷിച്ച പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. ലൈംഗിക വൈകൃതങ്ങൾ കടന്നുപോകും. അത് ചിലപ്പോൾ എന്തെങ്കിലും വേണ്ടാത്തരങ്ങൾ കാണലാകാം, നോക്കലാകാം, ചിന്തിക്കലാകാം. ഇത് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ, നമ്മൾ അസ്വസ്ഥരായിരിക്കും. ഒരു ഹറാമ് ചെയ്യണതിൻ്റെ ഒരു ബേജാറും ഒരു വിഷമവും ഒരു ഭയവും നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. വലിയ വലിയ അബദ്ധങ്ങൾ മനുഷ്യന് സംഭവിക്കും. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞ കുല്ലിൽ മുഅ്മിനീന യഗ്ളുദ്ദൂ മിൻ അബ്സാരിഹിം, കണ്ണുകളെ താഴ്ത്തണം എന്ന് വിശ്വാസികളോട് പറയണം എന്നാണ്. വയഹ്ഫളൂ ഫുറൂജഹും, ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കണം. ദാലിക അസ്കാ ലഹും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധമായത്. നിങ്ങളുടെ സംശുദ്ധിക്കും പരിശുദ്ധിക്കും ഏറ്റവും നല്ലത് നിങ്ങൾക്ക് വിശുദ്ധരായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം വേണ്ടാത്തരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തണം എന്നാണ്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, നിങ്ങൾ എന്ത് ചെയ്താലും അതൊക്കെ അള്ളാഹു കാണുകയും സൂക്ഷ്മമായി അറിയുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ കണ്ണുകളെ സൂക്ഷിക്കാനും സൂക്ഷ്മതയോടെ ജീവിക്കാനും ആണിനും പെണ്ണിനും പറ്റണമെങ്കിൽ എന്താണ്, വിവാഹം വിജയിക്കണം. വിവാഹം കഴിച്ചാൽ മാത്രം പോരാ, വിജയകരമായൊരു ദാമ്പത്യം സാധ്യമാകുമ്പോഴേ മനുഷ്യന് അസ്വസ്ഥതകളില്ലാതെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ്.